മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഈ സീസൺ 7ൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ടാസ്ക് കളിക്കാൻ അറിയില്ല. ഇവർ ഒരു ടാസ്ക് പോലും നല്ലതുപോലെ കളിച്ചിട്ടില്ല. ഒന്നേ ടാസ്ക് പൂർത്തിയാക്കില്ല, ഇല്ലെങ്കിൽ ടാസ്കിനിടയിൽ എന്തായാലും ഒരു വഴക്കുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നന്നായി ടാസ്ക് കളിക്കുന്ന, ടാസ്കിനെ ടാസ്ക്കായിട്ട് കാണുന്ന ഒരു ബി മെറ്റീരിയലാണ് ആര്യൻ. ആര്യന് ഓരോ ദിവസം കഴിയും തോറും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. എന്തായാലും ആര്യന് ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നു. അതിൻ്റെ ഓൾറെഡി 3 റൗണ്ടുകൾ കഴിഞ്ഞു. 3ഉം വളരെ നല്ല രീതിക്ക് നൈസ് ആൻഡ് നീറ്റായിട്ടാണ് ആര്യൻ ചെയ്തു തീർത്തത്. ഞാൻ അപ്പോഴേ ഓർത്തു, ഈ ടാസ്കെങ്കിലും നല്ല വൃത്തിക്ക് ചെയ്ത് തീർത്തല്ലോ എന്ന്. എന്നാൽ ഈ ടാസ്കും ഇപ്പോൾ കുളമായിരിക്കുകയാണ്. പക്ഷേ ഇത് ആര്യൻ്റെ കയ്യിൽ നിന്നും വന്നൊരു തെറ്റല്ല. ആര്യൻ തിരഞ്ഞെടുത്ത വ്യക്തി ശരിയല്ലായിരുന്നു. വേറെ ആരുമല്ല, ഷാനവാസ്. ആര്യൻ്റെ 4ാമത്തെ റൗണ്ട് എത്തിയിരിക്കുകയാണ്. ഈ റൗണ്ടിൽ 2 പേരെയും കൂടെ കൂട്ടണം. അങ്ങനെ മൊത്തം 6 പേരാകും. ആര്യനും അക്ബറും കൂടി തീരുമാനിക്കുന്നത് ഷാനവാസിനെയും ബിന്നിയെയും കൂടെ കൂട്ടാമെന്നാണ്. പക്ഷേ ഷാനവാസ് ചതിച്ചു. ഷാനവാസിന് ഈ ടാസ്കിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. ഷാനവാസ് എന്നിട്ട് ടാസ്ക് മനസ്സിലാവാത്തതുപോലെയും ആര്യനെ വിശ്വസിക്കാത്തതുപോലെയും നിന്നു. എന്നിട്ട് ആര്യന് പണി കൊടുക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആണെന്ന് കരുതി ഷാനവാസ് ഇതിനെ ഉപയോഗിക്കുകയാണ്. എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഷോ ഒക്കെ ഇട്ടിരുന്നതിന് ശേഷം ഈ ടാസ്കിനെ കുറിച്ച് ആദിലയോടും നൂറയോടും പോയി ഷാനവാസ് പറയുന്നു. എന്നിട്ട് പ്രത്യേകം ആദിലയോട് പറയുന്നു, സ്റ്റോർ റൂമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, സ്റ്റോർ റൂമിലൂടെയാണ് ഇവർക്ക് ഫുഡ് വരുന്നത്, അവർ കഴിച്ച ചിക്കൻ പീസിൻ്റെ എന്നെ കാണിച്ചു, സ്പ്രൈറ്റിൻ്റെ കുപ്പി എന്നെ കാണിച്ചു, സീക്രട്ട് ടാസ്ക് ആണ്, ബിഗ് ബോസ് ആര്യന് കൊടുത്ത ടാസ്ക് ആണ് എന്നൊക്കെ ഷാനവാസിന് വളരെ വ്യക്തമായി അറിയാം. ആര്യന് ഈ ടാസ്ക് പൂർത്തിയാക്കിയില്ലെങ്കിൽ ആര്യന് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടും. ആര്യന് ആ പണിഷ്മെൻറ്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഷാനവാസ് ഇത്തരത്തിലുള്ളൊരു ചീപ്പ് ഗെയിം കളിച്ചത്. ടാസ്കിനെ ടാസ്ക്കായിട്ട് കാണാൻ ഇവിടെയുള്ള പലർക്കും അറിയില്ല. ലാലേട്ടൻ മിക്ക വീക്കെൻഡ് എപ്പിസോഡിലും വന്ന് പറയുന്ന കാര്യമാണ്, ടാസ്കിനെ ടാസ്ക്കായിട്ട് കണ്ടാൽ പോരെ, അത് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാനല്ലേ നോക്കേണ്ടതെന്നൊക്കെ. എന്നിട്ടും ഈ ഷാനവാസ് ഇപ്പോൾ ഈ ടാസ്ക്, അത് നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു ടാസ്കിനെയാണ് ഇപ്പോൾ കുളം തോണ്ടി ഈ ചതി കാരണം നശിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് അവിടെ ഒരു കളി കളിച്ചിട്ടുണ്ട്. ആര്യൻ ഇപ്പോഴും ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ ജയിക്കില്ല. അത് നമ്മൾ പ്രൊമോയിലൂടെ കണ്ടിരുന്നു. ബിഗ് ബോസ് കൊണ്ടുവന്ന പണി വേറൊന്നുമല്ല, സ്റ്റോർ റൂമിൽ വയ്ക്കാമെന്ന് പറഞ്ഞ ഫുഡ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. ആക്ടിവിറ്റി ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. ഷാനവാസും പെങ്ങളുട്ടിമാരും എന്തായാലും ലിവിംഗ് റൂമിൽ പോയി സ്റ്റോർ റൂം നോക്കി ഇരിപ്പുണ്ട്. ആരെങ്കിലും അതിലേ പോയിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ വന്ന സമയത്ത് ഞാൻ കരുതിയത് കള്ളത്തരം കണ്ടുപിടിക്കാൻ അനുമോൾക്ക് നല്ല കഴിവുണ്ട്, അനുമോൾ CID ആണെന്നൊക്കെയാണ്. പക്ഷേ ഷാനവാസ് ചതിച്ചതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ആ ഒരു അജ്ഞാതനെ ഇവർ കണ്ടുപിടിക്കുന്നതോടുകൂടി തന്നെ ആര്യൻ ഈ ടാസ്ക് ഫെയിലായിരിക്കുകയാണ്. ആര്യന് ചിലപ്പോൾ നല്ല രീതിയിലുള്ളൊരു പനിഷ്മെൻറ്റ് തന്നെ കിട്ടുമായിരിക്കും. പക്ഷേ ഇങ്ങനൊരു ചതി ആരും പ്രതീക്ഷിച്ചില്ല. ആളെ തിരഞ്ഞെടുക്കുന്നതിലാണ് ആര്യനും അക്ബറിനും തെറ്റുപറ്റിയത്. ഇതുവരെ വളരെ ഭംഗിയായിട്ടാണ് ആര്യൻ ഈ ടാസ്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ സീസൺ 7 തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ല ടാസ്കും ഇത്ര ഭംഗിക്ക് ഒരു പ്രശ്നവും കൂടാതെ നടക്കുന്നത്. എന്തായാലും ഷാനവാസ് വെറും ഷോ മാത്രമേ ഉള്ളൂ. അയാൾക്ക് ടാസ്ക്കായിട്ട് കാണാനുള്ള ഒരു കഴിവൊന്നുമില്ല. അയാൾ ഈ സമയത്തും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് കളിക്കുന്നത്. ആര്യനിട്ട് പണി കൊടുക്കാനാണ് നോക്കുന്നത്. ഇത് ഷാനവാസിൻ്റെ വളരെ ചീപ്പ് ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.